ഹായ് ഓൾ, വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാട്ടോ. കുട്ടികൾക്കെന്ന് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല പോലെ പാകമായി ഇങ്ങനെ കറുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ പഴം നല്ല പാകമായി കറുത്തിട്ടുള്ള തൊലിയോട് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്കൊന്ന് മാത്രമല്ല വലിയവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണ് ഇത്. അപ്പോൾ അതാ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഉൾഭാഗം നല്ല അലിങ്ങി പോയിട്ടൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് നെടുകെ കീറിയിട്ടൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. നല്ല തിന്നായിട്ട് കട്ടാക്കൊന്നും വേണ്ട, അത്യാവശ്യം കട്ടിക്ക് തന്നെ കട്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, അതായത് വാട്ടിയെടുക്കുക. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിതിലിപ്പോൾ തേങ്ങൻ്റെ അളവൊന്നും കറക്റ്റ് പറയാത്ത, നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങൻ്റെ അളവിലേക്ക് പഞ്ചസാരൻ്റെ അളവിലേക്ക് ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ പഴം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും പഴം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടി കൊടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ. പക്ഷെ ഞാനിതുവരെ അങ്ങനെ ചേർത്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് ഞരടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ടാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാൻ ഇപ്പോൾ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുമ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരുത്താം. ഇതിലേക്ക് ഞാൻ 2 തവി മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 2-3 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശമാവിനേക്കാൾ ഇച്ചിരി കൂടെ ലൂസായിട്ടാണ് വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. പിന്നെ 1 കപ്പ് മൈദക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ, 1 കപ്പ് വെള്ളം, ഒരു 3-2 മുട്ട എടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് 1 തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ഉണങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളിതിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക. പഴത്തിൻ്റെ കൂട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ മാവ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് ഒട്ടിച്ചെടുക്കണം. ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇതെല്ലാം മാവ് ഉണങ്ങുന്നതിന് മുൻപ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടി കിട്ടൂല, അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകും. ഇനി തിരിച്ചിട്ടും ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയെടുക്കുക. പെട്ടെന്ന് കുക്കായി കിട്ടും. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കാണ്. ഇനി ഇതാ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന സ്പൂണിൻ്റെ അരിക് ഇങ്ങനെ മൂർച്ചുള്ളതാവരുത്, കാരണം ഈ ബാറ്റർ വളരെയധികം സോഫ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ സ്പൂണിൻ്റെ ഈ വശങ്ങളുണ്ടല്ലോ, റൗണ്ട് വശം, അതിങ്ങനെ നല്ല സ്മൂത്തായിട്ടുള്ളത് നോക്കിയെടുക്കാനായിട്ട് നോക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് എൻ്റെ വീട്ടിലൊക്കെ പറയാം മുട്ടടാൻ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈദ ചേർത്ത് മിക്സിയിൽ അടിക്കുമ്പോൾ മുട്ട നന്നായിട്ട് ചേർക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടിപൊളിയായിട്ടുള്ള പലഹാരമാണ്. ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, കാരണം എണ്ണ ഒന്നുമില്ലല്ലോ. നല്ല ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, വയറിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം.
ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്